ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത് നല്ല അടിപൊളി ഒരു നൂൽ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റാണ്. ഇതേപോലെ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയായിട്ടൊന്നും കിടക്കുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മളിത് നൂൽപുട്ടിൻ്റെ അച്ച് വെച്ചിട്ടാട്ടോ ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മളിവിടെ മൈദ ആട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ 250 ml ഒരു കപ്പിന് നമ്മളൊരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഈ കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഗ്ലാസ്സിനോ ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മൈദ എടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഉപ്പും അതുപോലെ തന്നെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ നമുക്ക് ചൂടുവെള്ളത്തിലാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു വെളിച്ചെണ്ണേൻ്റെതായ ഒരു ചുവ വരും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വെള്ളം വേണ്ടി വരിക. നമുക്കിവിടെ ഒരു 1.25 മൈദയ്ക്ക് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് നമുക്ക് ചൂടുവെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. നമ്മൾ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് പിന്നെ അത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 1.25 നമ്മൾ കപ്പ് പൊടി എടുത്തതിന് ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് ആ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം ആ ചൂടോട് തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ ചൂടുവെള്ളം കൊണ്ട് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ വെള്ളം കറക്റ്റാണ്. കണ്ടില്ലേ, എൻ്റെ കയ്യിലൊന്നും വറ്റി പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിത് അധികം കട്ടയൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 6-7 മിനിറ്റ് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ വെള്ളം കൂടിപ്പോയാലും ഒരു ഇത്തിരി പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, വളരെ സോഫ്റ്റ് ആട്ടോ. നമ്മൾ ചൂടുവെള്ളം കുഴച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ മുകൾ വശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് മതിയാകും. അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ലേശം ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണേ. ഇത് നമുക്ക് ഈ ഒരു എണ്ണ മതിയാകും. ഒരുപാട് എണ്ണയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മൾ എവിടെ നിന്ന് പൊറോട്ട വാങ്ങി കഴിച്ചാലും ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. നമ്മളത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഓയിലാണ്. ഇനി നമുക്ക് നേരെ ഇതുപോലെ ഒരു നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണയല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നൂൽപുട്ട് പിഴിയുന്ന പോലെ നമുക്കത് പിഴിഞ്ഞെടുക്കണം. വലിയ കണ്ണിയുള്ള ഓട്ടയുള്ള മറ്റേ തട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. എൻ്റെ നല്ല നൈസ് പറ്റ നൂല് പോലത്തെ നൂൽപുട്ടിൻ്റെ അച്ചായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷേ എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് 2 പൊറോട്ടയ്ക്കുള്ളത് നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നൂൽപുട്ടിൻ്റെ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. കുറച്ച് വലുപ്പത്തിൽ പരത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പരത്താൻ സുഖമായിരിക്കും കേട്ടോ. എങ്ങനെയായാലും ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് അത് പരന്ന് കിട്ടും. നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മളിതാ ഫസ്റ്റ് ഒരെണ്ണത്തിൻ്റെ നൂല് നമ്മൾ ഇതാക്കണ്ട ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നമ്മുടെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. നമ്മളിത് 4 എണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ പാത്രത്തിലുള്ള ആ ഓയിൽ തന്നെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കൊന്ന് അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതുപോലെ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് കമത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും എണ്ണ ആവണമെന്നേ ഉള്ളൂ. നമ്മൾ
ഇതേപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം ഒരു ഇത്തിരി എണ്ണയൊന്ന് തടവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൊറോട്ടയുടെ മാവ് നമുക്കിതൊന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് പരന്ന് കിട്ടും. ഒരുപാട് അങ്ങ് നൈസായി പരത്തണ്ട, കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഒരു കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ അപ്പോഴേക്കും പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ഇതൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറിലോ A4 പരത്തിയുള്ള സുഖം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദോശക്കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കയ്യിലൊക്കെ എടുക്കുമ്പോൾ ഇതങ്ങ് ഒന്നുകൂടി അങ്ങ് ചുരുങ്ങി പോവുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് എടുക്കാൻ കിട്ടില്ല. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് അതോടുകൂടി തന്നെ നമുക്ക് ദോശച്ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മളിതിനി തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ മറിച്ചിടുമ്പം ഇതേപോലെ ഒന്ന് ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നൂലൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ രണ്ടാമത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വലിയ ദോശയാണെങ്കിൽ ഞാൻ 3 എണ്ണമൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളാകെ ആ ഒരു 1.5 കപ്പ് മാവ് കൊണ്ട് നമുക്ക് ഒരു 4-5 പൊറോട്ട വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചെറിയ പൊറോട്ട ആയതുകൊണ്ടാണ് ഒരു 3 എണ്ണമൊക്കെ ദോശച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിൽ കണ്ടില്ലേ, ഒരു ട്രിപ്പ് നമ്മൾ 2 പൊറോട്ടയാണ് ആക്കിയത്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ 1 തന്നെ ആക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പൊറോട്ട കിട്ടും കേട്ടോ. ഇത് നമ്മളിതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് കൈ കൊണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടില്ലേ, ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. വളരെ സിമ്പിളാണ്. ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.